വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 6ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പുരാതന ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതൻസും സ്പാർട്ടയും. പുരാതന ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളായ ഏതൻസ്, സ്പാർട്ട എന്നിവയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഏതൻസിന്റെയും സ്പാർട്ടയുടെയും. അപ്പോ ഏതൻസിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ഫസ്റ്റ് വൺ എന്താണ്? കല, സംസ്കാരം, അല്ലേ? കല, ആർട്ട്, കൾച്ചർ അല്ലേ, എന്നിവയ്ക്ക് പ്രധാനം നൽകിയ വിദ്യാഭ്യാസമായിരുന്നു. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസമായിരുന്നു. രണ്ടാമത്തെ എന്താണ്? ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, അല്ലേ? മിലിറ്ററി 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ആൺകുട്ടികൾക്ക്. മൂന്നാമത്തേത് എന്താണ്? പിന്നെന്താ? ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും, അല്ലേ? ശക്തമായ കപ്പൽപ്പടയും നേവി ഉണ്ടായിരുന്നു, അല്ലേ? നേവി ഉണ്ടായിരുന്നു, ആർമി ഉണ്ടായിരുന്നു. അപ്പൊ ശക്തമായ നേവിയും ആർമിയും ഉണ്ടായിരുന്നു, അല്ലേ? അതുപോലെ ആർട്ടും നമ്മുടെ കൾച്ചറിനൊക്കെ പ്രാധാന്യം നൽകിയ വിദ്യാഭ്യാസമായിരുന്നു, എഡ്യൂക്കേഷൻ ആയിരുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, അല്ലേ? മിലിറ്ററി 2 വർഷം കുട്ടികൾ നിർബന്ധമായും സൈനിക സേവനം അനുഷ്ഠിക്കണം, ആൺകുട്ടികൾ. അതാണ് ഏതൻസിൽ വരുന്നത്. ഇനി സ്പാർട്ടയിൽ എന്തൊക്കെയാണ് വരുന്നത്? പരമ്പരാഗത മൂല്യങ്ങൾക്ക് പ്രാധാന്യം. പിന്നെന്താണ്? സൈനിക പരിശീലനത്തിന് മുൻതൂക്കമുള്ള വിദ്യാഭ്യാസമായിരുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് 23 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. അതാണ് സ്പാർട്ടയിൽ. ഇനി ബിയിൽ നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുരാതന ഗ്രീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. ഭരണ സൗകര്യത്തിനായി നിരവധി സത്രപികളായി വിഭജിച്ചിരുന്നു. സരതുഷ്ട ദർശനം രൂപം കൊണ്ടു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമാണ്. ഏതാണ്? എ. ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇവിടെ നിന്നാണ്. നെക്സ്റ്റ് രണ്ടാമത്തേതിലേക്ക് പോവാം. രണ്ടാമത്തേതില് ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. പരിണാമഘട്ടങ്ങളിലെ മനുഷ്യവർഗങ്ങളും അവരുടെ സവിശേഷതകളും ക്രമരഹിതമായി നൽകിയിരിക്കുന്നു. അവ ശരിയായി ക്രമീകരിച്ച് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൊമിനിഡുകൾ എന്ന് പറയുന്നത് ഏതാണ്? ഡി. ഇരുകാലിൽ നടത്തം. രണ്ടാമത്തെ ഹൊമിനോയിഡുകൾ സി. 4 കാലിൽ നടത്തം. മൂന്നാമത്തെ ഹോമോ ഇറക്റ്റസ് ബി. നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. നാലാമത്തത് ഹോമോ ഹാബിലസ് ഉപകരണ നിർമ്മാതാക്കൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി നെക്സ്റ്റ്, മധ്യശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പുരോഗതികൾ ഉണ്ടായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറിപ്പ് തയ്യാറാക്കാൻ എന്തായിരിക്കും? സ്റ്റാർട്ടിങ് അഗ്രികൾച്ചർ, കൃഷി ആരംഭിച്ചു. പിന്നെന്താണ്? വീൽസ് കണ്ടുപിടിച്ചു, അല്ലെ? ചക്രം കണ്ടുപിടിച്ചു. പിന്നെ എന്താണ്? മൺപാത്രങ്ങൾ നിർമ്മിച്ചു. ക്ലേ പോട്ട്സ് നിർമ്മിച്ചു, മൺപാത്രങ്ങൾ നിർമ്മിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വെങ്കല യുഗത്തിൽ നദികൾ കേന്ദ്രീകരിച്ച് സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. മെസോപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായത്തെ വിശുദ്ധമായ എഴുത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. ഹൊയാങ്ഹോ നദീതീരത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ഈജിപ്ഷ്യൻ രാജാക്കന്മാർ ഫറോവ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിലേതാണ് ശരി? ചോദിച്ചിരിക്കുന്നത്
ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ബി ആണ്. മെസ്സോപൊട്ടോമിയക്കാരുടെ എഴുത്തു സമ്പ്രദായത്തെ വിശുദ്ധമായ എഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ബി നോക്കാം. സംസ്കാരങ്ങളുടെ സവിശേഷതകൾ പരിശോധിച്ച് തന്നിരിക്കുന്ന പട്ടിക ശരിയായി ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരം, മെസ്സോപ്പൊട്ടോമിയൻ. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരത്തില് കൊയ്റോ നഗരം വന്നിട്ടുണ്ട്. അടുത്തത് ഏതാണ്? നെക്സ്റ്റ് പിരമിഡുകൾ. അതിനുശേഷം ഏതാണ്? നൈലിന്റെ ദാനം. നൈലിന്റെ ദാനം. ഇനി മെസ്സോപ്പൊട്ടേമിയൻ സംസ്കാരത്തില് നദികൾക്കിടയിലെ പ്രദേശം. അടുത്തത് എന്താണ്? ചാന്ദ്ര പഞ്ചാംഗം. അടുത്തത് ഏതാണ്? ലഗാഷ് നഗരം. അപ്പോ ഇതൊക്കെ മെസ്സോപ്പൊട്ടോമിയൻ. മറ്റതൊക്കെ ഈജിപ്ഷ്യൻ അല്ലെ? ഈജിപ്ഷ്യൻ. നെക്സ്റ്റ് ബി. വെങ്കലയുഗ സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്തു സമ്പ്രദായങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അവ ഏതെല്ലാം സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക. ക്യൂണിഫോം ലിപി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മെസ്സോപ്പൊട്ടോമിയ അല്ലെ? മെസ്സോപ്പൊട്ടോമിയാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ടാണ്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ടാണ്. ബി. ഈ രണ്ട് ലിപികളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യൂണിഫോം ലിപിയുടെയും ഹൈറോഗ്ലിഫിക്സിന്റെയും അപ്പോൾ ക്യൂണിഫോം ഇതിന്റെയും നമ്മുടെ ഹൈറോഗ്ലിഫിക്സ് ലിപിയുടെയും താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്യൂണിഫോം എന്ന് പറയുന്നത് എവിടെയാണ്? സുമേറിയക്കാരാണ് യൂണിഫോം ലിപി വികസിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ആപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ലിപിയായിരുന്നു അത്. പിന്നെ കളിമൺ ഫലകത്തിൽ ഈറത്തണ്ട് ഉപയോഗിച്ച് എഴുതിയിരുന്നു. ഇത്രയുമാണ് നിങ്ങൾ ക്യൂണിഫോം ലിപിയിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ഹൈറോഗ്ലിഫിക്സ് ആണ്. വിശുദ്ധമായ, നമ്മൾ മുകളിൽ പറഞ്ഞിരുന്നു അല്ലെ, വിശുദ്ധമായ എഴുത്ത് എന്നറിയപ്പെടുന്നതാണ്. അതുപോലെ ചിഹ്നരൂപവും അക്ഷരൂപവും ചേർന്ന ലിപിയാണ്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഇത് എഴുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ, രേഖാംശ രേഖകൾ. താഴെ പറയുന്നവയിൽ ഭൂമധ്യരേഖയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ അക്ഷാംശവൃത്തം. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. 0 ഡിഗ്രി അക്ഷാംശരേഖ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിലേതായിരിക്കും? ഡി ആണ്. ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബി ക്വസ്റ്റ്യൻ. ഗ്ലോബിന്റെ മാതൃക വരച്ച് തന്നിരിക്കുന്ന അക്ഷാംശരേഖകളെ കൃത്യതയോടെ രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് അടയാളപ്പെടുത്തുക. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം അനിവാര്യമാണ്. രാഷ്ട്രം ഒരു താൽക്കാലിക സ്ഥാപനമാണ്. ഇതിൽ ഏതാണ് നമുക്ക് എഴുതേണ്ടത്? രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ നിന്ന് ശരിയായത് മാത്രം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എയും സിയുമാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രമാണ്. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായ നിർവചിക്കപ്പെട്ട ഭൂപ്രദേശം അനിവാര്യമാണ്. ഇനി ബി ചോദിച്ചിരിക്കുന്നത് രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റിന്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ചർച്ചയിൽ അവതരിപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നു. പിന്നെ എന്തൊക്കെയാണ്? രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെന്റാണ്. അപ്പോൾ രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഗവൺമെന്റാണ്. പിന്നെ ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ,
പിന്നെ പാലങ്ങൾ, കുടിവെള്ളം തുടങ്ങിയ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും 3 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട 2 ദർശനങ്ങളാണ് ബുദ്ധമതവും ജൈനമതവും. ജൈനമത ആശയപ്രകാരം ത്രിരത്നങ്ങളിൽ ഉൾപ്പെട്ടത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ആഹാരം, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, അല്ലേ? റൈറ്റ് ഫുഡ്, റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തന്നിരിക്കുകയാണ്. അപ്പം ഏതായിരിക്കും ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് ശരിയായ. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്. ശരിയായ വസ്ത്രമല്ല, ശരിയായ പ്രവൃത്തിയാണ് കേട്ടോ. ശരിയായ പ്രവൃത്തിയാണ്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തിയാണ്. ശരിയായ പ്രവൃത്തിയാണ്. ഓപ്ഷൻ ബി അല്ല, സി ആണ് ശരിയായത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ്, ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ആശയങ്ങളുടെ 2 സവിശേഷതകൾ വീതം ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജൈനമതവും ഉണ്ട്, ബുദ്ധമതവും ഉണ്ട്. അപ്പോൾ ജൈനമതത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ബുദ്ധമതം ഹിംസിക്കാതിരിക്കുക. അടുത്തത്, ജൈനമതത്തിൽ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അതായത് അഹിംസയാണ് ജൈനമതത്തിൽ പറയുന്നത്. പിന്നെ കളവ് പറയാതിരിക്കുക എന്നുള്ളത് ബുദ്ധമതത്തിലാണ്. കളവ് പറയരുത്, മോഷ്ടിക്കരുത്, അത് ജൈനമതത്തിലുണ്ട്. പിന്നെ സത്യസന്ധത പുലർത്തുക. പിന്നെ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക, അത് ജൈനമതത്തിലാണ്. അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കരുത്, അത് ബുദ്ധമതത്തിലാണ്. അപ്പോൾ ജൈനമതത്തിൽ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അതാണ് അഹിംസ എന്ന് പറയുന്നത്. കളവ് പറയരുത്, മോഷ്ടിക്കരുത്. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. നെക്സ്റ്റ് ബുദ്ധമതമാണ്. കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. അപ്പം മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ ഏതെല്ലാം? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു മഗധയുടെ? ഒന്ന്, ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും, അല്ലേ? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആർമി ഉണ്ടായിരുന്നു, നല്ല സ്ട്രോങ് ആയിട്ടുള്ള റൂളേഴ്സും ഉണ്ടായിരുന്നു, ഭരണാധികാരികളും ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഗംഗയുടെയും ട്രിബ്യൂട്ടറീസിൻ്റെയും, ഗംഗ റിവേഴ്സിൻ്റെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെയും, ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠമായ മണ്ണുകൾ, അല്ലേ? ഫലഭൂയിഷ്ഠത. പിന്നെന്താണ്? നമ്മുടെ അഗ്രികൾച്ചർ, അല്ലേ? കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി എന്ന് പറയുന്നത്. പിന്നെ ഇരുമ്പയിരിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, അപ്പോൾ അതാണ് മഗധയുടെ വളർച്ചയ്ക്ക് സഹായകരമായ ഘടകങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ മഗധയുമായി ബന്ധപ്പെട്ടവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത മഗധയുടെ വളർച്ചയെ സഹായിച്ചു. മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മൗര്യരാജ്യം സ്ഥാപിച്ചു. മഗധയുടെ ഭരണാധികാരിയായിരുന്നു ധനനന്ദൻ. അപ്പോൾ ഇതിലേതാണ്? മഗധയുടെ ആദ്യകാല തലസ്ഥാനമായിരുന്നു പാടലിപുത്ര. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസർ കീ ഉള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.